നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ മാസമാണ് ഇസ്രായേലിന്റെ പിടിയിൽ 200ഓളം ഹമാസ് തീവ്രവാദികൾ പെട്ടതായി വിവരം കിട്ടിയത്. ഖാൻ യൂണിസിൽ ടണലിൽ പെട്ടുകിടക്കുന്ന 200 പേരെ പിടിച്ചിരിക്കുന്നതായി ലോകമാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അന്ന് മുതൽ നമ്മൾ പലരും പറയുകയാണ് അവിടേക്ക് വിഷപ്പുക കടത്തിവിടണം, പാമ്പുകളെ കടത്തിവിടണം, ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ 2 വർഷം ഇടണം, സിമെന്റ് നിറയ്ക്കണം, വെള്ളം നിറയ്ക്കണം, അങ്ങനെ ഒരുപാട് ആശയങ്ങളാണ് നമ്മുടെ മലയാളികൾ നമ്മളൊക്കെ മുന്നോട്ട് വെച്ചത്. പക്ഷേ 2-3 ആഴ്ച പിന്നിട്ടും ഇസ്രായേൽ ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു ആശയങ്ങളും നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അവരിപ്പോഴും അവിടെ ഹോൾഡ് ചെയ്യുകയാണ് 200ഓളം തീവ്രവാദികൾ. എന്തുകൊണ്ടാണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. 200ഓളം കൊടും തീവ്രവാദികളെ മുന്നിൽ കിട്ടിയിട്ട് പോലും അവരൊന്നും ചെയ്യാതെ അവരെ അസെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ദിസ് ഇസ് കോൾഡ് മോഡേൺ വാർഫെയർ. ഈ 200 പേര് എങ്ങനെയാണ് ഇസ്രായേൽ ഉപയോഗിക്കാൻ പോകുന്നത്? ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഹൗ ദിസ് 200 പേർ ഇസ്രായേലിന്റെ ഡിജിറ്റൽ അസറ്റ്സായി മാറിയിരിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ നൂറ്റാണ്ടിൽ യുദ്ധം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ബീവറേജിലെ കുപ്പി നിരത്തി വെക്കുന്ന പോലെ കുറെ മിസൈലുകൾ ഇങ്ങനെ പൊന്തിച്ചു വെച്ച് ഷഹീദ്, ഫർഹാൻ, അക്തർ, അതല്ല യുദ്ധം എന്ന് പറയുന്നത്. ശത്രുവിന്റെ ഇൻഫോർമേഷൻസ് എത്രമാത്രം കളക്ട് ചെയ്യുക. നമ്മൾ കണ്ടതാണ് ഇറാനിൽ ആദ്യ 3 ദിവസങ്ങളിൽ. അയ്യോ എന്തേ സംസദ് എന്തേ, ഫർഹാൻ എന്തേ, ഫർഹാനൊക്കെ എടുത്തു കളഞ്ഞു. ആദ്യ ദിവസങ്ങളിൽ തന്നെ ശത്രുവിന്റെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗമാണ് 200 പേര്. ഈ 200 പേര് ആരാ നിങ്ങൾക്കറിയാമോ? അവർക്കെല്ലാം അറിയാം. ഹമാസിന്റെ സേഫ് ഹൗസുകൾ അറിയാം, ലോജിസ്റ്റിക് റൂട്ടുകൾ അറിയാം, കോഡ് പേരുകൾ അറിയാം, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് അറിയാം, കമാൻഡ് സെന്റേഴ്സ് അറിയാം. ആര് എവിടെ ഇരിക്കുന്നു എല്ലാം അറിയാം ഇവർക്ക്. ഇവർ നിസ്സാരക്കാരല്ല 200 പേരും. ഒരാൾക്ക് ഒരുപക്ഷെ എല്ലാം വെളിവാക്കാൻ പറ്റിയെന്ന് വരില്ല. 200 പേരെയും ഡിജിറ്റലി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പോകുന്നത് ഹമാസിന്റെ തകർക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും, ഹമാസിന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വീഴ്ച അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു പരാജയമാണ് 200 പേര് പിടിയിലായിരിക്കുന്നത്. ഇസ്രായേൽ അവരെ പൊന്നുപോലെ കരുതുകയാണ്. ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുക്കുന്നുണ്ട്, മദ്യപ്പുഴ വരെ കൊടുക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? മോഡേൺ വാർഫ്രെയിമിൽ ഒരു വ്യക്തിയും ഇൻഫോർമേഷൻസ് ഒരുപക്ഷെ ഭയം കൊണ്ട് പറഞ്ഞു എന്ന് വരില്ല. കാരണം 72 ഹൂറികളും മദ്യപ്പുഴയുമാണ് കിട്ടാൻ പോകുന്നത്. പക്ഷേ എന്തെങ്കിലും ഇൻസെന്റീവ്സ് കൊടുത്താൽ ഒരുപക്ഷെ വിട്ടുകളയും. ഈ 200 പേരും നാളെ ഒരുപക്ഷെ ഇസ്രായേലിന് വേണ്ടി വർക്ക് ചെയ്ത് കൊള്ളാം എന്ന് ഒരുപക്ഷെ സാധ്യത കൂടുതലാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് മാത്രമാണ് പറയാൻ പോകുന്നത്. ഈ ഫീൽഡിൽ 200 പേരില്ലാതായിരിക്കുന്നത് ഹമാസിന് വലിയ തിരിച്ചടി. ഹമാസ് എന്ന് പറയുന്നത് അവർ കൂടുതലായിട്ട് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനില്ല, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻസിലാണ് അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതായത് അവര് ഇൻഫർമേഷൻ അവിടെ കൊടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു. കാരണം ഇസ്രായേലിലെ പേടിയാ, ചാരോപർക്ക എല്ലായിടത്തും ഉണ്ട്. 200 പേര് പെട്ടെന്ന് മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഫീൽഡിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മാറിയിരിക്കുകയാണ്. അവർക്ക് ഇൻഫോർമേഷൻസ് പറയാൻ സാധിക്കില്ല. ഡിലേ വരുന്നു, കൺഫ്യൂഷൻ വരുന്നു, അൺസർട്ടനിറ്റി വരുന്നു. തുടക്കം പറഞ്ഞാല് എന്താ പറയുന്ന, ഹമാസിന്റെ കണ്ണും കൈകളും ഇല്ലാതായിരിക്കുകയാണ് 200 പേര്. ചില്ലറ പരിപാടിയില്ല പറയുന്നത്. ഇത് തുറന്നു കൊടുത്തിരിക്കുന്നത് ഇമ്പാക്ട് ഗാസയിലെ നെറ്റ്വർക്ക് തകർന്നു പോയിരിക്കുകയാണ് ഹമാസിന്. കാരണം ഈ 200 പേര് ജീവനാഡി വായുവായിരുന്നു അവരുടെ, ഇല്ലാതായിരിക്കുകയാണ്. ഇനി ഡിജിറ്റൽ ഡാറ്റാബേസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ 200 പേർക്ക് പല ഓർമ്മകൾ ഉണ്ടായിരിക്കും. ഇവർ പല സമയങ്ങളിലും സേഫ് ഹൗസുകളിൽ പോയി കാണുമായിരിക്കും, പല നേതാക്കന്മാരെ വീടുകളിൽ പോയി കാണുമായിരിക്കും. ഇവർക്ക് കോഡ് പേര് അറിയാമായിരിക്കും. ഹമാസിനെ തകർക്കേണ്ട എല്ലാ രേഖകളും 1 അല്ലെങ്കിൽ 10 പേരുകൾ ഉണ്ടായിരിക്കും. അവർ പെട്ടെന്നൊന്നും പറയില്ല. പക്ഷേ ഇസ്രായേൽ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ അവരെല്ലാം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അനലിസ്റ്റ് രീതിയിൽ കൂടെ അവരിവരെ ചോദ്യം ചെയ്ത് എല്ലാം കണ്ടെത്തും. ഇസ്രായേലിന് വൈകി മനസ്സിലായിരിക്കുകയാണ്. ഒരുപാട് മിസൈലുകൾ അയച്ചുകൊണ്ടും ഒരുപാട് വിമാനങ്ങൾ കൊണ്ടുപോയി F-35 അതൊന്നും അല്ല യുദ്ധം ചെയ്യിക്കാൻ പോകുന്നത്. എനിമിയെ തളർത്തുക മാനസികമായിട്ട്. ഇപ്പോൾ ഹമാസിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി തകർത്തിട്ട് പോലും ലോകം മുഴുവൻ ഇൻതിഫാദ എന്നോ ഗാസ എന്നോ ഒന്നും പറയുന്നില്ല ആരും. കണ്ടില്ലേ? ഇതിനെയാണ് പറയുന്നത് മിടുമിടുക്കമ്മ ഡിപ്ലോമാറ്റിക് ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഈ പറയുന്ന തെളിവുകൾ ഇവരെ കൊണ്ടുപോയി UN കൊണ്ടുപോയി കാണിച്ചിട്ട് പറയും ഞങ്ങളുടെ നീക്കം ഡിഫൻസീവ് നീക്കമാണ്. കാരണം 200 പേര് സാക്ഷികളായിട്ട് നിരത്തി നിർത്തി കാണിച്ചു കൊടുക്കും.
എന്താ അറിയോ, ഞങ്ങളുടെ നീക്കം രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി അല്ല ഗാസയെ തകർക്കാൻ വേണ്ടിയല്ല, ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയല്ല, ഡിപ്ലോമാറ്റിക് ഇമ്പാക്റ്റ് വരാൻ പോകുന്ന ചില്ലറയല്ല, വലിയൊരു ഡാറ്റാബേസ് കിട്ടാൻ പോവുകയാണ്. പിന്നെ വരാൻ പോകുന്ന ഞാൻ പറഞ്ഞില്ലേ, ഓപ്പറേഷൻ ഇമ്പാക്റ്റ് തരിപ്പണമായി പോയിരിക്കുകയാണ്. അപ്പോൾ 200 പേരും എന്ന് പറയുന്നത് ഇസ്രായേൽ അസറ്റ്സ് ആണ്. അതായത് പല ഇന്റർവ്യൂസ് ചെയ്യും, ബിഹേവിയർ സൈക്കോളജിസ്റ്റ് അനാലിസിസ് ചെയ്യും, ഡിജിറ്റൽ ഫോറൻസിക് എടുക്കും, ബാക്ക്ഗ്രൗണ്ട് റീകൺസ്ട്രക്ഷൻ, സോഷ്യൽ നെറ്റ്വർക്ക് മാപ്പിംഗ്. ജൂതനോടാ കളി എൻ്റെ മക്കളെ. കണ്ടില്ലേ നിങ്ങൾ, ഇപ്പോഴും ബീവറേജ് കുപ്പി പൊക്കി പിടിച്ചിരിക്കുക. എന്തു പറയുമ്പോഴും ഒരു വെള്ളിയാഴ്ച വന്ന് കുറെ ബീവറേജ് കുപ്പിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇതാണ് പരിപാടി. ഇതൊന്നും നടക്കില്ല. ജൂതൻ എവിടെയും കടന്നു ചെല്ലും. അവന്റെ ഉപഗ്രഹങ്ങൾ എല്ലായിടത്തും പറന്നടക്കുകയാണ്. ഇറാന്റെ മുഴുവൻ അവന്റെ ഉപഗ്രഹ. ഇറാനിൽ നിന്ന് ഒരു 10 ട്രക്കുകൾ ഒരുമിച്ച് ഒരു കാലിത്തീറ്റയായിട്ട് പോയാൽ മതി. ഇപ്പൊ വെള്ളം കൊണ്ടോ, വെള്ളമില്ല, വെള്ളമായിട്ട് പോകുന്ന ട്രക്കുകൾ പോലും ഇസ്രായേലിന്റെ കണ്ണി കൂടെ പോകുന്നേ. വെള്ളം വന്ന് ഉറപ്പിച്ചാൽ മാത്രമേ വിടുകയുള്ളൂ. അതായത് ഒരു രക്ഷയിലുണ്ട്, മനസ്സമാധാനം കിടന്ന് ഉറങ്ങാൻ പോലും പറ്റുന്ന ഇറാനിൽ ഒരു വ്യക്തിക്കും. കാരണം എല്ലാം ഉപഗ്രഹങ്ങളുടെ കൺട്രോളിലാണ്. ശത്രുവിന്റെ ഇൻഫോർമേഷൻസ് കളക്ട് കിട്ടുന്ന ഒരു അവസരങ്ങളും കളയാൻ പാടില്ല. അതാണ് മോഡേൺ വാർഫെയർ. അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക, മാനസികമായി തകർക്കുക, നെറ്റ്വർക്ക് ഇല്ലാതാക്കുക. അതാണ് 200 പേരെ കൊണ്ട് ഇസ്രായേൽ ചെയ്യാൻ പോകുന്നത്.